നമസ്കാരം. മുതലപ്പുഴി എന്ന തീരദേശ മേഖലയിൽ നിന്ന് ഗുരുതരമായ ഒരു വീഴ്ചയുടെ വാർത്ത പുറത്തേക്ക് വരുന്നുണ്ട്. അതിനെ തുടർന്നുണ്ടായ കരളലിയിക്കുന്നൊരു നിലവിളിയും കേൾക്കാനിടയായി. നമ്മുടെ സിസ്റ്റം പതിയെ പതിയെ എങ്ങനെ തകരുന്നു എന്നതിൻ്റെ തെളിവാണ്, കാഴ്ചയാണ് തിരുവനന്തപുരം ജില്ലയിലെ തീരദേശ മേഖലയായിട്ടുള്ള മുതലപ്പുഴയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി വള്ളം മറിഞ്ഞു, രണ്ടുപേരെ കാണാതായതിനു ശേഷം അവിടെ നാട്ടുകാരെല്ലാം എത്തിയിട്ടും കോസ്റ്റൽ പോലീസിന്റെ നേതൃത്വത്തിലുള്ള പരിശോധന, അതിനെ സംബന്ധിച്ചുള്ള തിരച്ചിൽ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ബന്ധുക്കളായിട്ടുള്ളവർ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ പോയി പ്രതിഷേധിക്കുകയാണ്. അവിടെ അവർ അതിവൈകാരികമായി ഇടപെടുന്നതിൻ്റെ ദൃശ്യവും ഒരു പ്രതികരണവും പുറത്തു വന്നിട്ടുണ്ട്. നിങ്ങളത് കാണണം. ഇന്നലകളിൽ മുതലപ്പുഴയിലെ തീരദേശ വികാരത്തെ പോലും ഉണർത്താൻ വേണ്ടി അതിനെ വൈകാരികമായി ഉപയോഗിച്ചവർ ഇന്ന് ആ പ്രദേശത്ത് ഒരു ദുരന്തമുണ്ടാകുമ്പോൾ അതിനു നേരെ കണ്ണടയ്ക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ദൃശ്യം. പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരത്തേക്ക് എത്തിയാൽ തിരുവനന്തപുരത്ത് മുതലപ്പുഴയിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി തെരച്ചിൽ നടക്കുന്നില്ലെന്നൊരു പരാതി ഉയരുന്നുണ്ട്. ബന്ധുക്കൾ റോഡ് പോൾ ഉപരോധിക്കുന്നു. സ്ത്രീകൾ റോഡിൽ കുത്തിയിരുന്ന് കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. തീരദേശ റോഡിൽ വൻ ഗതാഗത കുരുക്കുണ്ട്. ഇന്നലെ രാത്രിയാണ് വള്ളം മറിഞ്ഞ് 5 തെങ്ങ് സ്വദേശികളായ 2 പേരെ കാണാതായത്. 8:30 മണിക്ക് നടന്ന സമയത്ത് എന്റെ സഹോദരൻ വള്ളത്തിലാണ് പോയത്. എന്റെ സഹോദരൻ വിളിച്ചിട്ട് എന്റെ ചേച്ചിയുടെ മോൻ പറഞ്ഞു, കുഞ്ഞമ്മ ഇങ്ങനെ വള്ളം മറിഞ്ഞിട്ടുണ്ട്, 2 പേരെ കാണാൻ. കുഞ്ഞമ്മ പെട്ടെന്ന് പൊടിയിലെത്തണം. ഞാനും ഈ ഇതിന്റെ അമ്മായിയമ്മയായിട്ട് ഇവിടെ എത്തി. എന്റെ ഈ 2 മക്കളുടെ വിളി കേൾക്കുന്ന കയ്യും കാണുന്നു. എന്തുകൊണ്ട് ഈ ഹോസ്റ്റൽ പോലീസ് എന്റെ 2 മക്കളെ രക്ഷിക്കാൻ കഴിയാത്ത? 1.5 വയസ്സായ ഒരു പൊടി കൊച്ചുണ്ട് സ്ഥിതിന്, 2 വയസ്സായതുകൊണ്ട് ഈ പിഞ്ച് പാലകമരം നോക്കാനല്ല ഈ കടലിൽ കൂടെ പോകുന്നത്. മത്സ്യത്തൊഴിലാളി രക്ഷപ്പെടുത്തുന്നത്. അപ്പൊ ഇവരിവിടെ എന്തിനാണ് ഇരിക്കുന്നത്? ഈ രക്ഷാപ്രവർത്തകർ എന്തിനാണ് ഇരിക്കുന്നത്? പ്രവർത്തിക്കുന്ന വള്ളം അവർക്ക് 30,000-40,000 ശമ്പളം അവർ മാസം തോറും മേടിക്കുന്നത് അവരുണ്ട്. അവർ 24 മണിക്കൂർ ഇതിന്റെ പ്രവർത്തനം നടത്താനുള്ളവരാണ്. അവരെന്തുകൊണ്ട് പ്രവർത്തനം നടത്താതെ? എന്തുകൊണ്ട് ആ നേരം ഈ ഇതിൽ ഒരു വള്ളമുണ്ട്? 4 മണിക്ക് പറഞ്ഞ് 4 മണിക്ക് തെരച്ചിൽ നടക്കുമെന്ന് കണ്ടില്ല. 5 മണിയായിട്ട് 5 മണിക്ക് തെരച്ചിൽ നടക്കുമെന്ന് പറഞ്ഞ് കണ്ടില്ല. ഞങ്ങൾ 5:30 അവിടെ ഉണ്ട്. 5:30 പോയതിനു ശേഷം 6-6:15 എപ്പോഴാണ് ഇവിടെ പോലീസ് വരുന്നത്. അതുവരെ ഒരു തെരച്ചിലില്ല. ഇവിടെ വിളിച്ചു പറഞ്ഞ് കോസ്റ്റ് ഗാർഡ് ഉണ്ട്, അവരുണ്ട് തെരച്ചില്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു അപകടം നടക്കുമെന്ന് അവർക്കറിയാം. മഴയും കാറ്റും വരുമ്പോ അപകടം നടക്കുമെന്ന് അവർക്കറിയാം. അപ്പൊ എന്തുകൊണ്ട് ഒരു കോസ്റ്റ് ഗാർഡിന്റെ കപ്പലിനെ അവർ നിയമിച്ചില്ല? ഈ 2 ജീവനും കല്ലിൽ പിടിച്ച് ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് സർവ്വസാധാരണമാണ്, സംഭവിക്കാം. അതിനോട് എങ്ങനെ സിസ്റ്റം പ്രതികരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അവിടെയാണ് കോസ്റ്റൽ പോലീസിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായ മഴയുണ്ടായിട്ടും ശക്തമായ തിരയുണ്ടാകുമ്പോഴും മത്സ്യബന്ധനം പാടില്ല, അല്ലെങ്കിൽ അവിടെ പെട്രോളിംഗ് ഇട്ടുകൊണ്ട് തടയേണ്ട ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? കോസ്റ്റൽ പോലീസിനും കോസ്റ്റ് ഗാർഡിനാണ് ഉള്ളത്. പക്ഷേ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനുണ്ട്. ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടിയിട്ടും അവിടെ പോയി നോക്കാതെ അനങ്ങാപ്പാറ നയത്തിലിരുന്നെങ്കിൽ എന്താണ് അങ്ങനെ പ്രവർത്തിക്കാൻ ഉദ്യോഗസ്ഥർക്കുണ്ടായിരിക്കുന്ന ചേതോവികാരം? സിസ്റ്റങ്ങൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചാൽ മതി എന്ന ബോധ്യം പതിയെ പതിയെ ഉദ്യോഗസ്ഥരുടെ ഇടയിലേക്ക് വ്യാപിക്കുകയാണ്. നേരത്തെ ഇങ്ങനെ പ്രവർത്തിച്ചാൽ പണി കാണത്തില്ല, ഒരു സംഭവം ഉണ്ടായാൽ ക്വിക്ക് റെസ്പോൺസ് ഉണ്ടാകണമെന്ന് തോന്നുന്നിടത്ത് നിന്ന് പതിയെ പതിയെ അറിഞ്ഞു കഴിഞ്ഞാലും സാവധാനത്തിൽ പോയാൽ മതി, എന്തായാലും സംഭവിച്ചു, പോയി നോക്കിയിട്ട് എന്ത് ചെയ്യാൻ എന്ന മനോഭാവത്തിലിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉറ്റവരെ നഷ്ടപ്പെട്ടവർക്ക് അതിവൈകാരികമായിട്ട് ചില പ്രതികരണങ്ങൾ ഉണ്ടാകും. അതാണ് ആ പോലീസ് സ്റ്റേഷനിൽ കണ്ടത്. ഒരു മകനെ നഷ്ടപ്പെട്ടപ്പോൾ ആ അമ്മയ്ക്കുണ്ടാകുന്ന ആദ്യം എന്താണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അത് മനസ്സിലാക്കി പ്രവർത്തിക്കാനാണ് രക്ഷാദൗത്യത്തിൽ ഏർപ്പെടുന്നവർ ചെയ്യേണ്ടത്. മുതലപ്പുഴയിലെ ഈ ദുരന്തമുണ്ടായപ്പോൾ ഇന്നലകളിൽ അവിടുത്തെ വള്ളം മറിഞ്ഞു നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അപകടങ്ങളെല്ലാം രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തിയവർ ഇന്നിപ്പോ അധികാരത്തിലേക്ക് വരുമ്പോൾ ആ പ്രദേശത്തെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ നിങ്ങൾ കാണണ്ടേ? ഇപ്പോൾ അതൊക്കെ സർവ്വസാധാരണമാണ്, അതൊക്കെ അവിടെ നടക്കും എന്ന മനോഭാവത്തിലേക്ക് നിങ്ങൾ മാറുമ്പോൾ അത് ഉദ്യോഗസ്ഥരിലേക്കും പ്രതിഫലിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ രക്ഷാദൗത്യം ഇത്രത്തോളം വൈകിയെന്നും അതിൻ്റെ പേരിൽ നാട്ടുകാർക്ക് കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഇമാതിരി രോഷപ്രകടനം നടത്തേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരമൊരു വീഴ്ച ഉണ്ടാകാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഒരു അപകടം അറിഞ്ഞിട്ടും അവിടങ്ങളിലേക്ക് അടിയന്തരമായി രക്ഷാദൗത്യത്തിനെത്താതെ കോസ്റ്റൽ പോലീസ് വിമുഖത കാട്ടി എന്ന ചോദ്യത്തിനാണ് ബന്ധപ്പെട്ടവർ ഉത്തരം നൽകേണ്ടത്.
ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാലുള്ള മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തതിന് ശേഷം ദുരന്തങ്ങൾ ഉണ്ടാകുന്ന പ്രദേശത്ത് ക്വിക്ക് റെസ്പോൺസ് ആയിട്ട് ഉത്തരവാദിത്തപ്പെട്ട സംഘങ്ങൾ എത്തുന്നില്ല എങ്കിൽ അവിടെ വരുന്നത് ഗുരുതരമായ വീഴ്ചയാണ്. അതിൻ്റെ പേരിൽ ആ ജനങ്ങൾ നടത്തിയിരിക്കുന്ന രോഷപ്രകടനത്തെ ഒരംശം പോലും തള്ളിപ്പറയാൻ പറ്റില്ല. സിസ്റ്റം ഫെയിലിയർ ആയതിൻ്റെ ആത്മരോഷത്തിൽ അവർ സ്വമേധയാ പ്രകടിപ്പിച്ചു പോയ ആ രോഷം ഇവിടുത്തെ സംവിധാനങ്ങളുടെ അലംഭാവത്തിന് നേരെ ഉണ്ടാകുന്ന ജനരോഷമായിട്ട് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. 3 മാസം കൊണ്ട് പല സംവിധാനങ്ങളും ഇങ്ങനെ മന്ദഗതിയിലേക്ക് മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം വീഴ്ച എവിടെ നിന്ന് ആരംഭിക്കുന്നു എന്ന് വളരെ കൃത്യമായി ചോദ്യം ഉന്നയിക്കേണ്ട സന്ദർഭം തന്നെയാണ്.